ഹായ് ഫ്രണ്ട്സ്, സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും. ഞാനിന്നിവിടെ വട്ടയൻ ഈറ്റിനെ ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ചൂടോട് ഒരു കപ്പ് ജീരകവെള്ളമാണ് കുടിച്ചത്. എന്നും ഓരോന്ന് ചെറു ചൂടുവെള്ളവും ജീരകവെള്ളമൊക്കെ കുടിക്കും. പിന്നെ കുറച്ച് റവ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവിൻ്റെ കൂടെ നിറയെ കടലക്കറി, അധികം എണ്ണയോ തേങ്ങയോ ഒന്നും ഇല്ലാത്ത കടലക്കറിയാണ്. കുറച്ച് ഉപ്പുമാവും. ഇത് കടല കൂടുതലായിട്ട് എടുക്കുന്നത് നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലുണ്ടെങ്കിൽ വിശപ്പ് കുറഞ്ഞിരിക്കും. പിന്നെ ഒരു 11:30-12 ആയപ്പോൾ നന്നായി വിശന്നു. വീട്ടുജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ 2 ഡേറ്റ്സ് തന്നു. 2 ഡേറ്റ്സ് തിന്നുമ്പം ഷുഗർ ഒത്തിരി കൂടുതലുള്ളവരൊന്നും കഴിക്കരുത്. പിന്നെ ഉച്ച കഴിഞ്ഞൊരു 2-2:30 ആയി ലഞ്ച് കഴിച്ചപ്പം അതും നമ്മുടെ റവ ഉപ്പുമാവ് തന്നെ, മീൻകറി നല്ല കുടംപുളി ഇട്ട വാള മീൻകറിയാണ് കൂട്ടി കഴിച്ചത്. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് രാത്രി വിശപ്പായിട്ട് തോന്നിയില്ല. കിടക്കാൻ നേരം റോബസ്റ്റായിട്ട് ഒരു പഴം കഴിച്ചു. പിന്നെ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങി അങ്ങ് രാവിലെ വരെ. പിന്നെ വേറൊന്നും കഴിക്കില്ല, വെള്ളമല്ലേ കുടിക്കൂ. പിന്നെ എക്സസൈസ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. എല്ലാവരും ചോദിക്കും നല്ല എക്സസൈസ് ചെയ്താൽ എന്താ, ജിമ്മിൽ പോയാൽ എന്താ എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം കുറച്ച് കൂടുതലായിട്ടിരിക്കുകയാണ്. പിന്നെ അതിന് കുറച്ച് മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സൈഡായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് കാരണം അധികം കോളർ ഇട്ടിട്ടുണ്ട് കഴുത്തിന്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ നടക്കും. പിന്നെ ഇൻഡോർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെച്ചസ് ഒക്കെ എടുക്കും, കാലിനും കൈക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ 10-20 മിനിറ്റ് അതേ എനിക്കിപ്പോൾ സാധ്യമാകത്തുള്ളൂ. ഡോക്ടർ അതേ അനുവദിച്ചിട്ടുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ജിമ്മിൽ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോകാം. നടക്കാൻ, ഓടാൻ ഒക്കെ പറ്റും. പിന്നെ ചെറുപ്പത്തിലേ കിട്ടിയ ഫാറ്റൊക്കെയാണ്. എളുപ്പമൊന്നും എൻ്റെ അങ്ങനെ പോകുന്ന ടൈപ്പ് ഫാറ്റല്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ ഒരു 3-4 മാസം അതികഠിനമായിട്ട് ഡയറ്റും ഫാസ്റ്റിങ്ങും ഒക്കെ എടുത്താണ് എനിക്ക് 14 kg കുറഞ്ഞത് തന്നെ. ഇപ്പം മെല്ലെ മെല്ലെ ഞാൻ നോക്കുന്നുള്ളൂ. കാരണം എനിക്ക് വേറെ സൈഡായിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. നേരത്തെ ഞാൻ കുട്ടിയുണ്ടായ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു വെയിറ്റിലാണ് കാണുമ്പോൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് 80-90 കാഴ്ചയിലുള്ളതിനേക്കാളും എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുവിധം ഡയറ്റൊക്കെ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, 14 കിലോ ഒക്കെ കുറച്ച് കുട്ടിയുണ്ടായി കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അപ്പോഴും ഞാൻ ഓക്കെ ആയിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ 115 kg നിൽക്കുമ്പോൾ, 114 kg നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഞാനിതാണ്. ഇപ്പോൾ ഈ കാണുന്ന ആളെ അല്ലായിരുന്നു 120 kg ഉണ്ടായിരുന്നപ്പോൾ. അന്ന് ഞാനൊരു ഫോട്ടോയ്ക്ക് പോലും നിൽക്കില്ലായിരുന്നു. എനിക്ക് മടിയായിരുന്നു. ഒരു ഫോട്ടോ എടുത്ത ഉടനെ അതിൽ എല്ലാവരുടെയും കമൻറ്റ്, അയ്യോ ഇതെന്തൊരു വണ്ണമാ എന്നുള്ള ആ ഒരു കമൻറ്റ് പേടിച്ചിട്ട് തന്നെയാണ്. എനിക്കതിനുള്ള ആത്മവിശ്വാസമോ ഒരു ഇതോ ഫേസ് ചെയ്യാനുള്ള ഒരു ഇതോ എനിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മണ്ടത്തരമാണ്. കാരണം പറയുന്നവരോട് എനിക്ക് പറയാം, എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം, എൻ്റെ ലൈഫ് എന്നൊക്കെ പറയാം. പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഇപ്പം വെയിറ്റ് കുറഞ്ഞ് വീണ്ടും ഈ 115 kg വന്നപ്പോഴാണ് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ തുടങ്ങിയതും ഫോട്ടോയ്ക്കൊക്കെ നിൽക്കാൻ തുടങ്ങിയതും. അതിന് മുമ്പാണെങ്കിൽ ഏത് ഫോട്ടോ എടുത്താലും 3-4 പേരുടെ പുറകിൽ തല മാത്രം വെളിയിൽ കാണിക്കത്തക്ക പോലെ നിൽക്കും. അതും നേരെ ഫേസ് കാണിക്കത്തില്ല. കാരണം കവിളും മുഖവും ഒക്കെ ചാടി, അത് എനിക്കെന്തോ ഒരു കോംപ്ലക്സ് ആയിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കി എനിക്ക് എൻ്റെ ഉള്ളിൽ വന്നിരുന്ന ഒരു കോംപ്ലക്സ്, അത് ഇപ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനല്ല, വണ്ണമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ജീവിക്കേണ്ടതാണ് ഈ ലോകം. വണ്ണമുള്ളതൊരു കുറവോ വണ്ണം ഇല്ലാത്തതൊരു കുറവോ ഒന്നുമല്ല. പക്ഷേ നമ്മുടെ ആരോഗ്യം നോക്കണം നമ്മളെപ്പോഴും. ഇപ്പോൾ എൻ്റെ ആരോഗ്യം ഇതുപോലെ മോശമായപ്പോഴാണ്, ഇതിൽ നിന്നുള്ള അവസ്ഥകളൊക്കെ അറിഞ്ഞപ്പോഴാണ്, ഇനിയും വെച്ചുകൊണ്ടിരുന്ന് ഇതൊരു 140-150 kg പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടാത്ത അവസ്ഥ. ഇപ്പോഴേ വയ്യ ഒട്ടും. അപ്പോൾ 40 വയസ്സാകുന്നു. ഈ സമയത്തെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും, കാരണം ഞാൻ ശ്രദ്ധിക്കാഴികയോ എൻ്റെ ശീലങ്ങൾ കൊണ്ടോ വന്ന വണ്ണമല്ല എനിക്കെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എനിക്ക്. ഒരുപാട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചോ അങ്ങനത്തെ ഒരു രീതിയിലുണ്ടായ ഒരു വണ്ണമല്ല. പല മെഡിസിനിൽ നിന്നും പല രോഗാവസ്ഥയിൽ നിന്നും വന്ന ഒരിതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ഒരാളെ കാണുമ്പോൾ ഉള്ള വണ്ണം ആഹാരം കഴിച്ചിട്ടുള്ള വണ്ണമല്ല. എൻ്റെ കാര്യം, എന്നെപ്പോലെ 100 kg മേളിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ കാണുമ്പോഴേ അയ്യോ ആഹാരം കഴിച്ച് ഇത്രയും വണ്ണം വെച്ചോ എന്നുള്ള രീതിയിലല്ല. അവർക്ക് ചിലപ്പോൾ വേറെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടാകാം ഇങ്ങനത്തെ ഒരു വണ്ണത്തിലെത്തിയതെന്നും കൂടെ ചിന്തിക്കണം.
ഞാൻ ഒരുപാട് കളിയാക്കലുകൾ ഈവൻ ബസ്സിലൊക്കെ കയറുമ്പോൾ ദൂരയാത്രയ്ക്കൊക്കെ പോകേണ്ട കാര്യങ്ങളുള്ളപ്പോൾ ബസ്സിൽ കയറുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു നോട്ടം, കുത്തൽ എൻ്റെ ഒരു വലിയൊരു അനുഭവമാണ്. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ ഞാൻ ട്രിവാൻഡ്രത്തേക്കുള്ള KSRTC ബസ്സിൽ കയറിയപ്പോൾ 3 പേരിരിക്കേണ്ട സീറ്റാണ്. അപ്പോൾ ഞാൻ, എൻ്റെ അമ്മ, കുഞ്ഞ്, വളരെ കുഞ്ഞാണ്. അന്ന് എനിക്ക് 120 ഒന്നും ഇല്ല കേട്ടോ, ഒരു 103 അങ്ങനെ എങ്ങാണ്ടാണ് വെയിറ്റ്. എന്നാലും അത്യാവശ്യം നല്ല വണ്ണം തോന്നുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എൻ്റെ അടുത്തൊരു കുട്ടി, അവൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോടോ, ഫ്രണ്ടിനോടോ ആരോടോ. അപ്പം ഞാനിങ്ങനെ, എൻ്റെ കുഞ്ഞ് വളരെ കുഞ്ഞാണ്, അവൾക്ക് വിശന്നപ്പോൾ വെള്ളം കുടിക്കാനോ എന്തോ എൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഞാനൊന്ന് കൈയൊക്കെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്ന് അവൾ ഫോണിൽ പറയുകയാണ്, ആ കുട്ടി, അയ്യോ ഞാൻ ഈ സീറ്റിൽ നിന്ന് മാറിയിരിക്കുക, വലിയ വണ്ണമുള്ളൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, കണ്ടിട്ടേ പേടിയാവുന്നു. ഇത് എനിക്ക് കേട്ടപ്പോൾ, അവൾ കുട്ടിയാണ്, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഉണ്ടായ ഒരു മനപ്രയാസം, എൻ്റെ ഒരു അനിയത്തിയാകാനുള്ള പ്രായമുള്ളൊരു കുട്ടിയുടെ വായിൽ നിന്ന് അത്രയും ഒരു ഇത് കേട്ടപ്പോൾ, അയ്യോ ഞാനൊരു ഭീകരജീവിയാണോ എന്നൊക്കെ കേട്ടപ്പോൾ ഉണ്ടായ ഒരു വിഷമമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഞാൻ സങ്കടത്തിൽ ടിക്കറ്റ് എടുത്ത ഞാൻ എൻ്റെ കുഞ്ഞിനെയും എടുത്ത് അമ്മയെയും കൂട്ടി ഞാൻ ഇറങ്ങി. വേറെ ആർക്കും ബസ്സിലത്തെ സീറ്റ് ഇരുത്തി ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരവസ്ഥയുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോരുന്നു, യാത്ര ഒഴിവാക്കി. അങ്ങനെ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു കളിയാക്കലുകൾ. പിന്നീടാണ് ഞാൻ ഡയറ്റൊക്കെ എടുത്തതും ഹെൽത്തിഫൈ മീ എന്ന് പറയുന്നൊരു ആപ്പ് വെച്ച് ഒരുപാട് വെയിറ്റ്, ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, 14 kg കുറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ വന്നത്. പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് ഡയറ്റുകൾ, എക്സസൈസുകൾ, പിന്നെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുള്ള കുറച്ച് ഡയറ്റ്, അങ്ങനെയൊക്കെ ചെയ്ത് 3-4 months കൊണ്ടാണ് ഞാൻ 14 kg കുറച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും കോൺഫിഡൻ്റായി, എനിക്ക് പഴയ പോലെ ഡ്രസ്സുകളെല്ലാം ധരിക്കാം. അതുവരെ ഏത് കടയിൽ ചെന്നാലും, വലിയ വലിയ ഷോപ്പുകളിൽ ചെന്നാലും സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പറച്ചിൽ, മാഡത്തിന് പറ്റിയ തുണി ഇവിടെ ഇല്ല കേട്ടോ, ഇത്രയും സൈസുള്ള ഡ്രസ്സ് ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഒരു ഇതിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും അത്, അതോ ഞാൻ ചിലപ്പോൾ ഓർക്കും എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു ഫേസ് ചെയ്യേണ്ട അവസ്ഥ എന്നൊക്കെ. പിന്നെ ഞാനത് ഓൺലൈനാക്കി ഡ്രസ്സ് എടുപ്പുകളെല്ലാം. കാരണം നമുക്ക് തന്നെ സൈസ് നോക്കിയെടുക്കാമല്ലോ എന്നൊരു ഇത്, ആരുടെയും മുന്നിൽ ചെന്ന് ഡാർക്ക് അടിക്കണ്ടല്ലോ എന്നൊരു ചിന്തയിൽ അങ്ങനെയൊക്കെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 40ലേക്ക് കയറുമ്പോഴാണ് ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറണം, എല്ലാം മാറി ചിന്തിക്കണം. ഏത് കളിയാക്കലുകളും ഏത് നെഗറ്റീവ് കമൻസും നമുക്ക് ഫേസ് ചെയ്യാം എന്നൊരു മനസ്സ് വന്നത് ഇപ്പോഴാണ്. ശരിയാണ്, ഇപ്പോഴും ഞാൻ വളരെ വളരെ ഒബീസാണ്. 114 സംതിങ് kg ഉണ്ട്, നല്ല വയറുണ്ട്, നല്ല ഫാറ്റ് കൈക്കും കാലിനും ഉണ്ട്, മുടി നല്ലപോലെ കൊഴിയുന്നുണ്ട്, മുഖത്ത് രോമങ്ങൾ വളരുന്നുണ്ട്, എല്ലാവിധ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ എല്ലാവരിലേക്കും ഇറങ്ങാം എന്ന് എനിക്കിപ്പോൾ ഒരു ഇത് വരുന്നു. പിന്നെ ഫേസ് കാണിക്കാതെ ഫോട്ടോ ഇടുന്നതിൻ്റെ കാര്യം, എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടില്ല. ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നു, അവനവൻ്റെ കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് അവരവരുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. എല്ലാവരും എല്ലാ രീതിയിലും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ കളിയാക്കലുകൾ നേരിടുന്നവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് ഇതുപോലെ തന്നെ പോകാം. അപ്പം കുറച്ചുകൂടെ വെയിറ്റ് കുറയും നമുക്ക്. അടുത്ത ആഴ്ച, ഈ ആഴ്ച വെയിറ്റ് നോക്കിയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വെയിറ്റ് നോക്കാം. 1/2 കിലോ എങ്കിൽ 1/2 കിലോ, 1 കിലോ എങ്കിൽ 1 കിലോ കുറയട്ടെ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. എക്സസൈസ് കുറച്ചൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാം. ചിലർക്കൊന്നും അധികം എക്സസൈസ് പോലും ചെയ്യാതെ ഡയറ്റിങ്ങിൽ കൂടെ തന്നെ വണ്ണം കുറയുന്നവരുണ്ട് കേട്ടോ. അതൊക്കെ ഭാഗ്യമാണ്. അൺഹെൽത്തി ഫുഡ് കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഹെൽത്തി ഫുഡിലേക്ക് മാറിയാൽ ഈ വെയിറ്റ് ഗെയിനൊക്കെ പെട്ടെന്ന് മാറും. അല്ലാതെ പല കാരണങ്ങൾ കൊണ്ടുള്ള ഒബേസിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡയറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്താൽ നല്ലപോലെ റിസൾട്ട് കിട്ടത്തുള്ളതിന്.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹാവ് എ നൈസ് ഡേ. ബൈ.